ജീവിതത്തിൽ നല്ലത് പതിവാക്കിയ ആള് എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ പതിവ് അതുപോലെ ആയിരിക്കും അവന്റെ അവസാനം. നന്മകൾ ജീവിതത്തിൽ ധാരാളം ദിക്ർ ചൊല്ലിയ മനുഷ്യനാണെങ്കിൽ അവന്റെ മരണം ദിക്റോടുകൂടിയായിരിക്കും. നമുക്കറിയാം, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നരിക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇവിടെയുള്ള വലിയൊരു മഹാനായിരുന്നു നരിക്കോട് ബാബ. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ കണ്ട ഒരു വലിയ മഹാനാണ്. ജലാലിയ റാത്തീബ് പതിവായി എടുക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്ന വലിയൊരു മഹാനായിരുന്നു. നരിക്കോട് ഉപ്പാപ്പ എന്നാണ് പറയാനുണ്ടായത്. അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയായിരുന്നു? പരിശുദ്ധ റമദാനിന്റെ നല്ല ഒരു ദിവസം നോമ്പുകാരനായി ജലാലിയ റാത്തീബ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സദസ്സിൽ വെച്ച് മരണപ്പെട്ടു പോയ മകൻ. എത്രയോ ആളുകളുണ്ട് ദിക്ർ ജീവിതത്തിൽ പതിവാക്കിയിട്ട് ദിക്ർ ചെല്ലുമ്പോ മരിച്ചു പോയ ആളുകൾ. നമ്മള് എന്താണോ പതിവാക്കിയത് അതുപോലെ ആയിരിക്കും നമ്മുടെ മരണം. പല അനാവശ്യ സംസാരങ്ങളും ഗീബത്തുകളും നമീമത്തുകളും പരദോഷണങ്ങളും അതും ഇതും പറഞ്ഞു നടന്നവരാണെങ്കിൽ നമ്മുടെ ആക്ഷേപത്തെ ആ രൂപത്തിലായി. നന്മ ചെയ്ത ആളാണോ, എപ്പോഴും നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോ നിസ്കാരത്തിൽ വെച്ചിട്ടായിരിക്കും അയാളുടെ മരണം. ഒന്നോടുകൂടി ആയിരിക്കും അയാളുടെ മരണം. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നന്മകൾ എപ്പോഴും ദായിമായി നിരന്തരമായി നിലനിർത്തുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ആ കൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ മരണം. ആ രൂപത്തിൽ നല്ല പടച്ചറപ്പ് പൊരുത്തപ്പെടുന്ന രൂപത്തിലുള്ള മരണം നമുക്ക് അല്ലാഹു പറയണം. മഹാനായ ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അദ്ദേഹം പറയാണ്, മനുഷ്യർ 3 വിഭാഗമാണ് മനുഷ്യന്മാർ. ടോട്ടലായിട്ട് മനുഷ്യനെന്ന് പരിശോധിച്ചാൽ ഇബ്നു റജബിൽ ഹംബലി തങ്ങൾ പറയാണ് മനുഷ്യൻ 3 വിഭാഗമാണ്. ഒന്ന്, ജീവിതം വളരെ മോശമായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ. ഫ്രോഡ് എന്ന് പറയുന്നത് എല്ലാ രൂപത്തിലും തെറ്റുകൾ മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ. ആളുകൾ മുഴുവനും അയാളെ വലിയൊരു കുറ്റവാളിയായി ചിത്രീകരിക്കുന്നു. കാരണം നന്മ ജീവിതത്തിൽ തീരെ ചെയ്യാത്ത ആളാണ്. അങ്ങനത്തെ ഒരു മനുഷ്യൻ പെട്ടെന്നൊരു സാഹചര്യത്തിലായിരിക്കും അയാൾക്ക് എന്തോ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു ഹിദായത്തിന്റെ ഒരു വെളിച്ചം കിട്ടാൻ. ചിലപ്പോ ആരെങ്കിലും വാത് കേട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ആരെങ്കിലും നല്ലൊരു ചങ്ങായിമാർ കിട്ടിയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ല ഉസ്താദുമാരുമായോ അല്ലെങ്കിൽ മശായിഖന്മാരുമായോ ബന്ധപ്പെട്ടതുകൊണ്ടായിരിക്കും. ചിലപ്പോ പെട്ടെന്നുള്ള ഒരു മനംമാറ്റം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവന്റെ സ്വന്തം ഉപ്പ പോലും ഇങ്ങനെ ആയോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിൽ അങ്ങനെ പരവുപ്പമാർ. കാരണം മോനാകെ മോശക്കാരനായി ജീവിച്ച മോനാണ്. പെട്ടെന്നായിട്ടൊരു ചേഞ്ചസ് വരുമ്പോ ഉമ്മക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഉപ്പാക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ രൂപത്തിലുള്ള ഒരു അവസ്ഥയാണ്. മഹാനായ ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു പറയുന്നു, മനുഷ്യൻ 3 വിഭാഗമാണ്. അതിൽ പെട്ട ഒരു വിഭാഗം ഇങ്ങനെയാണ്, മോശക്കാരായി ജീവിച്ച് പെട്ടെന്നൊരു മാറ്റം. ചില ആളുകളുണ്ട്, ചില ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, കള്ളുകുടിയും ചീട്ടുകളിയും പിന്നെ ഉമ്മ കല്യാണം കഴിക്കാൻ പറഞ്ഞാലും കഴിക്കൂല. കാരണം എന്താ? ഫ്രോഡാണ്. നിങ്ങൾ വ്യഭിചരിച്ച് ജീവിക്കാം, കള്ളു കുടിച്ച് ജീവിക്കാം. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ എന്തോ പെട്ടെന്ന് ഗൾഫിൽ പോയി എന്തോ ഒരു മാറ്റം ഉണ്ടായി. മാറ്റമുണ്ട്. ആകെ വികൃതമായ മുടിയും ഉമ്മ എത്ര പറഞ്ഞാലും ഉപ്പ എത്ര പറഞ്ഞാൽ നാട്ടുകാരെത്ര പറഞ്ഞാലും കട്ട് ചെയ്യൂല. ആകെ ഒരു റൗഡിന്റെ പോലെ പെട്ടെന്നൊരു മാറ്റം. ഗൾഫിൽ പോയി എന്നിട്ട് പെട്ടെന്ന് ഉമ്മാനെ വിളിച്ചിട്ട് വീഡിയോ ഓണാക്കിയിട്ട് ഉമ്മ അതുമ്പോ ഈ മോനെ കാണുമ്പോ ഉമ്മക്ക് എന്നെ വചനം കിട്ടുന്നില്ല, നീ എന്റെ മോനെന്നെയാണ്. അത് ചേഞ്ച് ആയിട്ടുണ്ടാവും. ആളാകെ മാറിയിട്ടുണ്ട്. ജീവിതത്തിൽ എത്രയോ ഉമ്മനെ വേദനിപ്പിച്ച ഉപ്പാനെ വേദനിപ്പിച്ച ഈ മോന് പെട്ടെന്നായി പറയാൻ, ഉമ്മ നിങ്ങൾ ഉമ്മനെ ഉപ്പാനെ നിങ്ങൾ രണ്ടാളെയും ഗൾഫിലേക്ക് വിളിപ്പിക്കാണ് ഞാൻ.
ഇങ്ങനെ രണ്ടാൾ പറഞ്ഞു. കുറച്ച് ദിവസം എൻ്റെ അടുത്ത് നിന്നിട്ട് പിന്നെ നമുക്ക് ഒന്നിച്ചിട്ട് ഒരു ഉംറെല്ലാം ആക്കിയിട്ട് പിന്നെ നാട്ടിലേക്ക് പോവാം. സുബ്ഹാനല്ലാഹ്, ഉമ്മാന്റെ സന്തോഷത്ര വലുതാണ്, ഉപ്പാന്റെ സന്തോഷത്ര വലുതാണ്. ഈ മോന് ഉപ്പാൻ അങ്ങോട്ട് കൊണ്ടുപോയി, എന്നിട്ട് പരിശുദ്ധമായ ആ കാബന്റെ അടുത്ത് കൊണ്ടുപോയി ഉംറ ചെയ്ത് മറ്റുള്ള അമലുകളൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോ ആ കാബന്റെ അടുത്ത്, എക്സാമ്പിൾ പറയാം, കാബന്റെ അടുത്ത് ഇങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട്. എത്രയോ അനുഭവങ്ങൾ ജീവിതത്തിൽ എത്രയോ നാടുകളിൽ കുടുംബങ്ങളിൽ നടന്നതുണ്ട്. അങ്ങനെ ഉംറയൊക്കെയും ചെയ്ത് വിദാഇന്റെ തവാഫെല്ലാം ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ആ കാബന്റെ തെല്ലന്റെ അടുത്ത് ഉമ്മ മോനെ അടുത്ത് നിർത്തിയിട്ട് അള്ളാഹിനോട് ദ്വാരക്കാണ്. പഠിച്ചോന് എവിടെയാ ദ്വാരക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഉമ്മ ദ്വാരനാലും ഉമ്മാന്റെ ദ്വാക്ക് ഇജാബത്തുണ്ട്, ഉമ്മാന്റെ ദ്വാക്ക് ഇജാബത്തുണ്ട്. അതും കാബന്റെ പരിശുദ്ധമായ കില്ലയുടെ അടുത്ത്, അല്ലെങ്കിൽ കില്ല പിടിച്ച് മോനോട് ഉമ്മ പറയാൻ, പഠിച്ചോനെ ഈ മോനെ എത്ര ശപിച്ചിട്ട് ഞാൻ ദ്വാരന്നിട്ടുണ്ട്. കാരണം ഓന്റെ മോശത്തരം കൊണ്ട്, ഓൻ ചെയ്യുന്ന തെറ്റായ പ്രവർത്തനം കൊണ്ട് ഉപ്പാക്ക് നാണക്കേടാണ്, ഉമ്മാക്ക് നാണക്കേടാണ്. ആളുകൾ മുഴുവൻ പറയാണ്, നിങ്ങളെ മോന് കള്ളുപിടിച്ച ആള് വീണിട്ടുണ്ട്, നിങ്ങളെ മോന് അതാ പത്രത്തിൽ പേര് വന്നിട്ടുണ്ട്, നിങ്ങളുടെ മോന് കട്ടകേസിലുണ്ട്. ഇങ്ങനെ പറയുമ്പോ ഉമ്മാക്ക് ഉപ്പാക്ക് വലിയ ബേജാറാണ്. പലപ്പോഴും ശപിച്ചു പോയിട്ടുണ്ട്, ഈ മോനൊന്ന് ഹരാക്കായി പോയാലോ, ഏതെങ്കിലും ഒരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചു പോയാൽ എത്ര നന്നായിരുന്നു എന്ന് ദ്വാരുന്ന ഉമ്മയാണ്. ആ ഉമ്മ കാബന്റെ അടുത്ത് കാബന്റെ കില പിടിച്ച് ഈ മോനോട് പറയാം, മോനെ നിന്റെ ഹലാക്കിന് വേണ്ടി, നിന്റെ നാശത്തിന് വേണ്ടി ഞാൻ എത്ര ദ്വാരന്നിട്ടുണ്ട്. അതുകൊണ്ട് യാ അല്ലാഹ് എന്റെ മോന് നീ ഹിദായത്ത് കൊടുത്തല്ലോ, എന്റെ മോന് നീ സന്മാനം കൊടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ പൊട്ടിക്കരഞ്ഞിട്ടുള്ള ഒരു ദുആ. എന്നിട്ടോ ഉമ്മ മതിയാക്കുന്നില്ല, ഇപ്പുറത്തുള്ള ഉപ്പാൻ ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ ദ്വാരിക്കുന്നവർ ആർക്ക്? മോനെ വേണ്ടി. ഈ മോനെ നിങ്ങൾ ദ്വാരിക്കും. നമ്മളെ മോനല്ലേ നമ്മളിവിടെ എത്തിച്ചത്, നമ്മളെ മോനല്ലേ കാബന്റെ മുറ്റത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. അങ്ങനെ ആ മോന് വേണ്ടിയിട്ട് ഉപ്പാന്റെയും ദുആ. എവിടെയാ? കാബന്റെ അടുത്ത്. മഹാനായ ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു പറയാൻ, മനുഷ്യരിൽപ്പെട്ട ഒരു വിഭാഗം എങ്ങനെ മോശക്കാരായി ജീവിച്ച് നാട്ടിലുള്ള ആളുകൾ മുഴുവനും ശപിക്കുന്ന രൂപത്തിലുള്ള ജീവിതം നയിച്ച് പെട്ടെന്നായി ഒരു സുപ്രഭാതത്തിൽ, പെട്ടെന്നായി ഒരു ദിവസം അള്ളാഹുവിന്റെ പ്രത്യേകമായ ഹിദായത്ത് അവന് കിട്ടിപ്പോകുന്നു. അങ്ങനെ പിന്നെയുള്ള ജീവിതം മുഴുവനും അവൻ നല്ലവനായി, ഒരു സ്വാലിഹായ മനുഷ്യനായി, ആളുകൾ മുഴുവനും അള്ളാഹുവിന്റെ പ്രത്യേകമായ മലക്കുകൾ മുഴുവനും പ്രശംസിക്കുന്ന ഒരു വ്യക്തിയായി ജീവിച്ച് മരിച്ചു പോകുന്നു. അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ എത്രയോ അങ്ങനെയുള്ള ആളുകളെ പറയാനുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ എത്രയോ ആളുകൾ മരിച്ചുപോയവരെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയങ്ങളും തെറ്റുകാരനായി, കുറ്റക്കാരനായി, ദോഷിയായി ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ നല്ല മനുഷ്യനായി മരിച്ചുപോയ ആളുകൾ. ഇതാണ് ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം ആരാണ്? രണ്ടാമത്തെ വിഭാഗം മഹാനായ ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു പറയാണ്, നല്ല മനുഷ്യനായി ജീവിച്ചവൻ, നല്ല മനുഷ്യനാണ്, നല്ല നിസ്കാരം, നല്ല നോമ്പ്, നല്ല നല്ല കൾച്ചറാണ്. പക്ഷെയോ പെട്ടെന്നൊരു മാറ്റം. ഗൾഫിൽ പോകുമ്പോ, ഖത്തറിൽ പോകുമ്പോ ബദർ മോളിയതും മമ്പസ് മോളിയതും റാത്തികളുടെ അടുത്ത് പോയാണ്. പക്ഷേ ഖത്തറിൽ പോയി തിരിച്ചു വരുമ്പോ ആളിന് പ്രത്യേക ഒരു ശൈലിയാണ്. പിന്നെ മൗലിദ് വേണ്ട, മഹാന്മാര് വേണ്ട, സിയാറത്ത് വേണ്ട, നേർച്ച വേണ്ട. നാട്ടിലുള്ള ഉസ്താദന്മാരോട് ബഹുമാനം കുറഞ്ഞു, നാട്ടിലുള്ള നല്ല കാരണവന്മാരോട്, നല്ല തലപ്പാവും നല്ല പള്ളിയുമായി സ്നേഹിച്ച ആളുകളോട് ബഹുമാനം കുറഞ്ഞു. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. എത്രയുണ്ട് അല്ലെ? മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവിടുത്തെ സമാജിൽ ഒരു വിഷയമുണ്ട്. എന്താ? മനുഷ്യൻ ആഖിബത്ത് മോശമായി മരിക്കുന്നതിന്റെ, ഏതായാലും ആഖിബത്ത് അവസാനല്ലേ മനസ്സിലാവുന്നത്, മരിക്കുന്നത് എങ്ങനെയാണ്, ഈമാനോട് കൂടിയാണ് അല്ലേ. പക്ഷെ അതിന്റെ മുമ്പന്നെ അതിന്റെ ഒരു അടയാളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആര്? ഇബ്നു ഹജർ തങ്ങൾ പറയാം, മുമ്പന്നെ മനസ്സിലാക്കാൻ കഴിയും. ആഖിബത്തില്ലാതെ മരിച്ചു പോകുന്ന ഒരു മനുഷ്യൻ അവൻ ആരാ? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിദഅത്തുകാരനായോ
വിദഗ്ധകാരനായോ? എന്നാൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഓൻ ആത്തിപത്ത് നന്നാവാതെ ചത്തുപോകുന്ന മനുഷ്യനാണ്. ഞാൻ പറഞ്ഞതല്ല, ഇബ്നു ഹജർ നിങ്ങൾ സവാദിൽ പറഞ്ഞതാണ്. വിദഗ്ധകാരനായ അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. അല്ലെ, ഇന്ന് എത്ര ആളുകളുണ്ട് നല്ലവരായി ജീവിച്ച് ഉഷാറായിരുന്നു, പെട്ടെന്ന് എന്തോ ഒരു മനംമാറ്റം. പിന്നെ നമ്മളെല്ലാം മോശക്കാരാണ്. നമ്മൾ പള്ളിയിൽ പണ്ട് വന്നവരും പണ്ട് നിസ്കരിച്ചവരും പണ്ട് പഠിച്ചവരും പണ്ട് ദീന് പഠിപ്പിച്ചവരും പണ്ടത്തെ ആലിമീങ്ങളും എല്ലാം മോശക്കാരാണ്. പിന്നെ പുതിയ ലേറ്റസ്റ്റാണ്. ഞാനൊരു ഉദയത്തിന്റെ മസാല പറഞ്ഞില്ല, ഉദയത്തിന്റെ ഒരു മസാല പറഞ്ഞില്ല. ഉദയത്തിന്റെ മാംസം അല്ലെ, അമുസ്ലിമീങ്ങളോട് ദേഷ്യം ഉണ്ടായത് കൊണ്ടല്ല, അമുസ്ലിമീങ്ങളോട് വെറുപ്പുണ്ടായത് കൊണ്ടല്ല, ഉദയത്തിന്റെ മാംസത്തിന്റെ ഒരു ഭാഗം പോലും മറ്റുള്ള മതക്കാർക്ക് കൊടുക്കാൻ പാടില്ല, അതിന്റെ കരി പോലും കൊടുക്കാൻ പാടില്ല. മസാല പറഞ്ഞു പുതിയൊരു ദീനി പകർന്നോ എന്താ ഞാൻ കണ്ട് ഞാനൊരു എന്താ കൊടുക്ക, അതാര് പറഞ്ഞു, അത് എവിടെ പറഞ്ഞു? അതാണ് പറഞ്ഞത് പുതിയ ദീനാണ്. ഇന്നലെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയൊരു ഡോക്ടറിന്റെ ഒരു കല്യാണം, മകളുടെ കല്യാണത്തിന്റെ വീഡിയോ ഉണ്ട്. അത് രാമനാട്ടുകാർ അല്ലെ, രാമനാട്ടുകാർ എന്താ കല്യാണം എന്താ ആൺ പെണ്ണും അങ്ങോട്ട്. ഇപ്പോ ഞമ്മളുടെ നാട്ടിൽ നമ്മളെ തന്നെ പുതിയാപ്പിളയിരിക്കും കൈക്കാരനായിട്ട് വലിയിരിക്കും, പെണ്ണിന്റെ ഒപ്പ അല്ലെങ്കിൽ പെണ്ണിന്റെ ആരെങ്കിലും ബന്ധപ്പെട്ട ആളുകൾക്ക് ഇരിക്കും. ഇതങ്ങനല്ല, ഒരു ഭാഗത്ത് ആണ് ഒരു ഭാഗത്ത് പെണ്ണാണ്. രണ്ടാളെ എത്തിയിട്ട് ഒരാൾ ഇതാ ഇന്നാലിന്നാളുടെ മോൾ, ഇന്നാലിന്നാളുടെ മകൻ, ഇന്നാലിന്നാളുടെ മോള് കല്യാണം കഴിക്കുന്നു എന്നിട്ട് ഇയാൾ വാള എന്നിട്ട് പറഞ്ഞു നിക്കാതെ കഴിഞ്ഞു ഹലാസ്, നിക്കാതെ കഴിഞ്ഞു ഹലാസ് എന്നിട്ടൊരു ദുആ ഖുർആന്റെ ആയത്താണ്. ചില കുറെ ഉണ്ട് കഴിഞ്ഞ്. മറ്റുള്ള അമുസ്ലിമീങ്ങളുടെ പോലും ഒരു സമാധാനം അവരുടെ കല്യാണത്തിൽ കാണുന്നുണ്ട്. എന്താ ഒരു താലി കെട്ടലും, അത് കെട്ടിയല്ല, അത് കുടിക്കല്ല, ഇതൊന്നുമില്ല. അങ്ങോട്ട് പുതിനാട്ട് ഇരിക്കൽ മാത്രം രണ്ടു ഭാഗത്ത്. എന്നിട്ട് ഇയാളിങ്ങനെ പറയുന്നത് മാത്രം പറഞ്ഞിട്ട് കഴിഞ്ഞു, നിക്കാതെ കഴിഞ്ഞു. എന്തെല്ലാം ഇനി കാണാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ, എന്തെല്ലാം പരിശുദ്ധമായ ഇസ്ലാമിന്റെ മുഴുവൻ തത്വങ്ങളും സന്തോഷങ്ങളും ആദർശങ്ങളും വലിച്ചെറിഞ്ഞിട്ട് തോന്നിയതുപോലെ പരിശുദ്ധമായ ദീനാണ്. തോന്നിയതുപോലെ ഇന്നൊരു ദീൻ, നാലൊരു ദീന്, നാല് പുതിയത് പറയും, മറ്റൊന്ന് പുതിയത് പറയും. അതാണ് ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നല്ലവനായി ജീവിച്ചു 25 കൊല്ലം 30 കൊല്ലം നല്ലവനായി ജീവിച്ചു, പെട്ടെന്ന് ഒരു മാറ്റം. പിന്നെയോ പിന്നെ അവന്റെ മരണം ആഖിബത്ത് മോശമായിട്ടുള്ള മരണമാണ്. അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ, പടച്ചറബ് നമ്മെ കാക്കട്ടെ. മുഅ്മിനീങ്ങളെ നാം എപ്പോഴും ദുആരിക്കേണ്ട ഒരു ദുആ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. മരണം വരെ നാം ദുആരിക്കണം. നമ്മുടെ ആ ഹിദായത്തും നമ്മുടെ സിറാത്തുൽ മുസ്തഖീമും ഒരിക്കലും തെറ്റിപ്പോകാൻ പാടില്ല. ഏതെങ്കിലും ഒരു പ്രഭാഷണം കേട്ട്, ഏതെങ്കിലും ഒരു വാത് കേട്ട്, ഏതെങ്കിലും ചില ചങ്ങായിമാർ നമുക്ക് കിട്ടിയപ്പോ നമ്മുടെ ദീന് പണയം വെക്കുന്ന ഒരു ചുറ്റുപാടുണ്ടായാൽ അത് നമുക്ക് വലിയ അപകടമുണ്ടാക്കും. അല്ലാഹു നമ്മെ സലാമത്താക്കുമാറാകട്ടെ. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം സാധാരണ പറയാം. ഏതായാലും നമുക്ക് ഈ രണ്ടാമത്തെ വിഭാഗത്തിൽ ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല. പോയാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും അവസാന സമയത്ത് വലിയ നഷ്ടത്തിലായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരൊക്കെ അങ്ങനെ പുതിയ ചിന്താഗതികളിൽപ്പെട്ട് ഈമാന് പണയം വെച്ച് ജീവിക്കുന്ന ആളുകളുണ്ടോ, റബ്ബേ ഞങ്ങൾക്കും അവർക്കും നീ ഹിദായത്ത് നിലനിർത്തി തരണേ റഹ്മാനെ, ഹിദായത്ത് നിലനിർത്തി തരണേ അല്ലാഹ്. പടച്ചവനെ, ഒരു കാരണത്താലും നമുക്ക് നീ തന്ന മക്കളെ നാം പോറ്റി, നാം പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ മക്കള് ബിദ്അത്തിന്റെ മക്കളായി നീ ആക്കല്ലേ റബ്ബേ, ബിദ്അത്തുകാരായി നീ ആക്കല്ലേ റബ്ബേ. അല്ലാഹ്, ഞങ്ങൾ മരിച്ചാൽ നമ്മുടെ മയ്യത്തിന്റെ അടുത്ത് ഒരു യാസീൻ പോലും ഓതാൻ സമ്മതിക്കാത്ത മക്കളായി നമ്മുടെ മക്കളെ നീ ആക്കല്ലേ അല്ലാഹ്, നീ ആക്കല്ലേ റബ്ബേ. പടച്ചോനെ,
നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ സ്വാധീനങ്ങൾ എങ്ങനെ ജീവിച്ച് കാണിച്ച് നമുക്ക് മാതൃകയായി തന്നോ ആ ജീവിതം മരണം വരെ ജീവിക്കാൻ നമുക്കും നമ്മുടെ മക്കളും അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ മുഅ്മിനാത്തുകൾക്കും നീ തൗഫീഖ് നൽകണേ അവർക്ക്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ പറഞ്ഞ് ബേജാറ് പറഞ്ഞ് വസിയത്ത് വരാൻ യാ അല്ലാഹ്. പലരും നമ്മുടെ നാടിന്റെ നമ്മുടെ പള്ളിയുടെ പരിസരങ്ങളിൽ അല്ലാഹ് പലരും പലവിധ പകർച്ചവ്യാധി രോഗങ്ങളെ കൊണ്ട് പനികളെ കൊണ്ട് മഞ്ഞപ്പിത്തം പോലെയുള്ള ബേജാറ് പിടിച്ച് കഴിയുന്ന ആളുകളുണ്ട്. പടച്ചോനെ, യാ ദാഫിഅൽ ബലിയാത്ത്, മുസീബത്തുകളും രോഗങ്ങളും എല്ലാം ഉയർത്താൻ കഴിവുള്ള ഉയർത്തുന്ന അല്ലാഹ് എല്ലാ ബുദ്ധിമുട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് പരിസര നാടുകളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് വീടുകളിൽ നിന്ന് നീ ഉയർത്തണേ. അവർക്ക് നല്ല ഒരു അന്തരീക്ഷം നല്ല ഒരു ചുറ്റുപാട് നീ ഇവിടെ ഉണ്ടാക്കണേ അല്ലാഹ്. പടച്ചവനെ, നമ്മുടെ ഒരു കൂട്ടുകാരന്റെ മകൻ പനി പിടിച്ച് അല്ലാഹുവേ ഹോസ്പിറ്റലിലാണ്. യാ അല്ലാഹ്, നീ പരിപൂർണമായ ശിഫാ നൽകണേ റബ്ബേ. കൗണ്ടിങ് പറഞ്ഞിട്ട് ബേജാറ് പറഞ്ഞു. യാ അല്ലാഹ്, ഒരു മനുഷ്യന്റെ ശരീരത്തിന് എത്രയാണോ കൗണ്ടിങ്ങിന്റെ ആവശ്യമുള്ളത് യാ അല്ലാഹ്, യുവാവിന്റെ അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിനും അത് നീ നിലനിർത്തി തരണേ റബ്ബേ. നീ നിലനിർത്തി തരണേ അല്ലാഹ്. എല്ലാ നമ്മുടെ ശരീരത്തിൽ കയറി കൂടിയ ആവശ്യമില്ലാത്ത അണുക്കളെ മുഴുവനും നീ മായ്ച്ചു കളയണേ റബ്ബേ. നീ കരിച്ചു കളയണേ അല്ലാഹ്. ആഫിയത്ത് നൽകല്ലാ, ആരോഗ്യം നൽകണേ റബ്ബേ. നമ്മുടെ മക്കൾ ആരോഗ്യവാന്മാരായ നമുക്ക് ആരോഗ്യം ഉണ്ടായാൽ റബ്ബേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകൂ റബ്ബേ. നമ്മുടെ ഭാര്യമാർക്ക് രോഗം വന്നാൽ നമ്മുടെ വീട്ടുകാർക്ക് രോഗം വന്നാൽ പടച്ചോനെ, അത് നമുക്ക് വലിയ ഒരു ടെൻഷനാണല്ലോ, വലിയ ബേജാറാണ് റബ്ബേ. അതുകൊണ്ട് യാ അല്ലാഹ്, നീ ശിഫാ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകല്ലാ, ആരോഗ്യം നൽകല്ലാ. നല്ല ഒരു സമയത്ത് നല്ല വിഷയങ്ങൾ പറഞ്ഞ് റബ്ബേ നിന്നോട് ഞങ്ങൾ യാചിക്കുകയാണ്. ആഫിയത്ത് നിലനിർത്തണേ റഹ്മാനെ. റബ്ബേ, ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും അല്ലാഹ്, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവർ, ഞങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചേർത്ത് പിടിച്ചവർ, നമ്മുടെ നാട്ടിലുള്ള പാവങ്ങളെ സഹായിച്ചവർ, നമ്മുടെ പള്ളി മദ്രസ, നമ്മുടെ നാട്ടിലുള്ള ദീനി സ്ഥാപനങ്ങൾ, ഇതിനൊക്കെയും ചേർത്ത് പിടിച്ച പ്രവാസികളും അല്ലാത്തവരുമായ നല്ലവരായ മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകല്ല, ഖൈർ നൽകല്ല, സന്തോഷം നൽകല്ല. പെടുന്നതിനുള്ള മരണങ്ങൾ റബ്ബേ ഞങ്ങൾക്ക് നീ തരല്ലേ റഹ്മാനെ. അല്ലാഹ്, എത്ര മരണങ്ങളാ. ചെറിയ പണ്ഡിതന്മാർ, ചെറിയ യുവാക്കൾ, ചെറിയ സഹോദരിമാർ പെട്ടെന്ന് മരിച്ചു പോകുന്ന വിവരങ്ങൾ ഞങ്ങൾ കേൾക്കാറുണ്ട്. അതുപോലെ ഞങ്ങളെയും പെട്ടെന്നായി നീ മരിപ്പിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോയ ഹാജിമാർ ചെയ്ത ഹജ്ജ് കർമ്മങ്ങൾ മുഴുവനും നീ കബൂലാക്കല്ലാ. തിരിച്ചു വരാൻ ഒരുങ്ങുന്ന ഹാജിമാരുടെ യാത്രയിൽ നീ വലിയ ബറക്കത്ത് നൽകണേ റബ്ബേ. നമ്മുടെ ഒരു കൂട്ടുകാരന്റെ മകൻ ഇന്ന് രാത്രി ഗൾഫിലേക്ക് യാത്ര പോവുകയാണ്. പടച്ചോനെ, യാത്ര നീ സന്തോഷത്തിലാക്കല്ലോ, യാത്ര ബറക്കത്തിലാക്കല്ലോ, റാഹത്തിലാക്കല്ലോ. ഓരോ യാത്രക്കാർക്കും അപകടങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും പ്രത്യേകമായ കാവൽ നീ നൽകണേ റഹ്മാനെ. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ ഖബറും നീ സ്വർഗമാക്കല്ലോ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله